ഇറാനെതിരെ അപ്രതീക്ഷിത സൈനിക നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ വരിഞ്ഞുമുറുക്കി അമേരിക്ക. കിഴക്കുന്നും പടിഞ്ഞാറുന്നും ഒരേ സമയം വളഞ്ഞ ട്രംപിന്റെ ചെക്ക്മേറ്റ്. ഗൾഫ് മേഖല വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നു. ഇറാനെതിരായ സമുദ്രാതിർത്തിയിൽ കിഴക്ക് ഭാഗത്ത് ഇതിനകം വിന്യസിച്ചിരിക്കുന്ന എബ്രഹാം ലിങ്കൺ എന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പലിന് പുറമെ പടിഞ്ഞാറ് നിന്ന് കരുത്തനായ USS ജെറാൾഡ് ആർ ഫോർഡിനെയും ട്രംപ് രംഗത്തിറക്കി കഴിഞ്ഞു. വെനസ്വലയിൽ നിന്നുള്ള സമ്മർദ്ദം ഒഴിഞ്ഞതോടെയാണ് കരീബിയൻ കടലിൽ നിന്നും ഈ ഭീമൻ പടക്കപ്പലിനെ കൂടി ഗൾഫിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതോടെ ഇറാനെ പൂർണ്ണമായും ഉപരോധിക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക നടപ്പിലാക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ജനീവയിലും ദോഹയിലും നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതാണ് പെട്ടെന്നുള്ള ഈ ഒരു പ്രകോപനത്തിന് കാരണം. ഇറാൻ ഒട്ടും വഴങ്ങാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, ചർച്ചകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. രാജ്യത്തിനകത്ത് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന വാശിയിലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ ഒരു കടുത്ത തീരുമാനം വരുന്നത്. ആണവ കരാറിൽ ചർച്ചയാവാം, പക്ഷെ അതിനു മുൻപ് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്നും ഇറാന്റെ മിസൈലുകളുടെ പ്രഹരശേഷി കുറയ്ക്കണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല. ഇറാൻ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂണിൽ നടത്തിയതുപോലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ ആവർത്തിക്കുമെന്ന അന്ത്യശാസനമാണ് ട്രംപ് ഇപ്പോൾ ഇറാന് മേൽ നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ എണ്ണയിൽ പൊങ്ങിക്കിടക്കുന്ന ഗൾഫ് മേഖല വീണ്ടും വെടിമരുന്നിന് മുകളിലാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലാണ് കാര്യങ്ങൾ. ന്യൂസിന്റെ മലയാളം.